Next, Duryodhana attaches significance with the fact that five brothers ആരാ നമ്മുടെ പാണ്ഡവർ ഹു ഇസ് ദ ഫൈവ് ബ്രദേഴ്സ് ചോദിച്ചാൽ എഴുതണം കേട്ടോ, അവരുടെ പേരുകൾ മറന്നു പോകരുത്. Then five brothers with their several kings who act there invisible and on the other hand of views of then himself alone. And I alone I am not capable of acquiring such a real fortune, nor I do see any alliance നോക്കുമ്പോൾ സന്ധികൾ കോംപ്രമൈസിന് തയ്യാറല്ല എന്നാണ് പറയുന്നത്. The thought of death comes easy to Duryodhana, even the Shaguni to quick to remind him his own alliance and wealth. The later ഇട്രേറ്റ്സ്, അതായത് ശകുനി പറയാണ് ദുര്യോധനോട് തിരിച്ച് പറയാണ്, നീ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് അവരെ വെറുതെ വിടാൻ പാടുണ്ടോ എന്ന് ചോദിക്കണം. കുറച്ച് എരിവേറ്റി കൊടുക്കുക, മണ്ണെണ്ണ വെച്ച് കൊടുക്കുക നമ്മളിപ്പോഴത്തെ ജനറേഷൻ പറയും. അപ്പോൾ കുറച്ചും കൂടി പറഞ്ഞു കൊടുക്കുക, നീ ഇങ്ങനെ നിന്നാൽ മതിയോ, നമ്മളങ്ങനെ ചെയ്തില്ല, നിന്നെ ഇത്രയും ബേൺ ചെയ്ത പോലെ ആയില്ലേ, നമ്മളങ്ങനെ അവരെ എന്ത് ചെയ്യണം, അവരെ പരാജയപ്പെടുത്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. You say you have allies, King Bharata is not true. Like brothers are you allies? Then Duryodhana is barely convinced. You will not notice the Duryodhana despair in his own face appears faded and compared of dazzle on Indraprastha itself. Duryodhana is wealth or power has not diminished. Okay. Then next one, while his rivals may have prospected, Duryodhana has not met any word of Pandavas that is becomes ensure the absence. That is then what man like me who see their sovereignty over earth with such wealth and such sacrifice. അല്ലേ, അപ്പോൾ സാക്രിഫൈസ് എന്ന ത്യാഗം, ഇത് ശരിക്കും ത്യാഗം ചെയ്തതാണ് പാണ്ഡവരാണ് ത്യാഗം ചെയ്തത്. ഓക്കെ, ദെൻ ഫോർ വാട്ട് ദെൻ ഇതിൽ പറയുന്നത് ശകുനീസ് റീഅഷുറൻസ് ആൻഡ് കോൺസ്പിരസി. കോൺസ്പിരസി മീൻസ് ഗൂഢാലോചന അല്ലേ. ദ ഹെഡ് ഓഫ് ദ കോൺസ്പിരസി ഈസ് ശകുനിയാണ് കോൺസ്പിരസി ചെയ്യുന്ന ഒരാൾ, ശകുനിയാണ്. ഓക്കെ, അദ്ദേഹമാണ് ഗൂഢാലോചന നടത്തുക. അതിലൊരു ഇതന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ പാഠത്തിൽ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ശകുനി റീ അഷുറൻസ് ആൻഡ് കോൺസ്പിരസി. അതായത് ദുര്യോധന റിസീവ്സ് അഷുറൻസ് ഫ്രം ശകുനി ബട്ട് ദ ലേറ്റർ ഹി ഓൾസോ അഡ്മിറ്റ്സ് ദാറ്റ്. എന്ത് പറഞ്ഞാലും ആരനുസരിക്കും, നമ്മുടെ ദുര്യോധന അനുസരിക്കും. അറ്റ് ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്കാണ് പോകുന്നത്. അറ്റ് ലാസ്റ്റ് വാസുദേവ, ഭീഷ്മ, യുധിഷ്ഠിര, നകുല, സഹദേവ ആൻഡ് ദ ഓഗസ്റ്റ് ദ്രുപദ കനോട്ട് ബി ഡിഫീറ്റഡ് ബാറ്റിൽ ബൈ ഫോഴ്സ് നോട്ട്. അപ്പോൾ അവരെ എന്തുകൊണ്ട്, ശക്തി കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, നമ്മൾ കോൺസ്പിരസി കൊണ്ടേ അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇതിൽപ്പെടും, ദ ഹോസ്റ്റ് ഓഫ് ദ ഗോഡ് ദർ ആർ ഗ്രേറ്റ് വാരിയേഴ്സ് ആൻഡ് ആർച്ചേഴ്സ്. ഹു ഇസ് ദ ഗ്രേറ്റ് വാരിയേഴ്സ് ഇൻ ദിസ് സ്റ്റോറി എന്ന് ചോദിച്ചാൽ, ഹു ഇസ് ദ ഗ്രേറ്റ് വാരിയേഴ്സ്, ആരാണ് യഥാർത്ഥ പോരാളികൾ? വാരിയേഴ്സ് മീൻസ് പട്ടാളക്കാർ, നമുക്കറിയാം സേന, അതായത് യുദ്ധം ചെയ്യുന്ന സൈനികരാണ് വാരിയേഴ്സ്. എങ്കിലും ഹു ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാരിയേഴ്സ് ഇൻ ദിസ് ആൻഡ് ഹു ആർ ദ ഗ്രേറ്റ് വാരിയേഴ്സ്? ദാറ്റ് ഈസ് പാണ്ഡവ. ഓക്കെ, then Pandavas invisibility and highlighted the Shaguni. Even the gods cannot defeat the Pandavas in battle. Claims cannot defeat Pandavas, but however Duryodhana must find a way to submitting them to authority. Shaguni suggests that the formidable and group of Pandavas be defeated and blaming that is the heel of Yudhishthira. Shaguni proclaimed himself to undefeatable in glabbing as the suggests and ഓക്കെ. അപ്പോൾ ഇവർ ദുര്യോധനനെ ഇങ്ങനെ പറഞ്ഞിട്ട് ശകുനി പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്ത് പറഞ്ഞിട്ട് അവരെ ബുദ്ധി കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റും, അവരെ ശക്തി കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് വാട്ട് കനോട്ട് ബി ഡൺ ടു ഫീൽഡ് വിത്ത് ദെൻ അറ്റ് ലാസ്റ്റ് നമ്മൾ മിസ് വായിച്ചു തരാം അതിൻ്റെ ഭാഗം. ദെൻ Duryodhana, who had earliest felt incapable speaking to truth, state of Dhritarashtra visibly moved but yet decided to seek the advice from my wise counselor of structured and not the difference between Duryodanas and Pandavas. അതായത് നമ്മുടെ ഈ യുധിഷ്ഠിരനെ ഒരിക്കലും മക്കളെ തമ്മിൽ വേർതിരിക്കുന്നതൊന്നും ഇഷ്ടമൊന്നുമില്ല. കാരണം യുധിഷ്ഠിരനെ അറിയാമെന്ത്, യുധിഷ്ഠിരനല്ല നമ്മുടെ ധൃതരാഷ്ട്ര മക്കളെ തമ്മിൽ മക്കൾ മീൻസ് സഹോദരൻ്റെ പുത്രന്മാരാണ് പാണ്ഡവർ. ധൃതരാഷ്ട്രം 101 കൗരവരും, അതായത് ദുര്യോധനനാണ് ഹെഡ്, മൂത്ത ആൾ ദുര്യോധനനാണ്. അപ്പോൾ
ദുര്യോധനനും പാണ്ഡവരും തമ്മിൽ യുധിഷ്ഠിരും അർജുനനും ഒക്കെ കൂടി ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എനിമീസ് ആകുന്നത് കാണുന്നത് ഭയങ്കര സങ്കടമാണ് ആയിരിക്കും നമ്മുടെ ധൃതരാഷ്ട്രർക്ക്. അതേപോലെ വിതുരൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, ഞാൻ പറഞ്ഞ 3 ബ്രദേഴ്സാണ്. ഒന്ന് വിതുര, ധൃതരാഷ്ട്ര ആൻഡ് പാണ്ഡു. ഈ 3 ബ്രദേഴ്സിൽ വിതുര പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തോന്ന് നമ്മുടെ ഭാവിയിലേക്ക് എന്തോന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ എന്നൊരു കാര്യം എപ്പോഴും വിതുര ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, that notes the difference between Duryodhana's wish for instant gratification and Dhritarashtra attempt the ultimate benefit. The later is uphill the border of humanism. The former speaks of here individual Abhidhara, the stepper to his saint, the pronouncer, and then Duryodhana intervenes that says that the stepper, when it comes from the event, Duryodhana is aware of the point and that the view of justice at the stage of welfare, okay, which is represents the challenging the Pandavas to a game to dice could not dear still they then urgency of the content last അവർ ചൂതുകളിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മുടെ ആദി പർവ. then it is the story of ആദി പർവ, conclusion of ആദി പർവ. okay, അതായത് ആദി പർവ്വൻ്റെ കൺക്ലൂഷനിലാണ്, അതായത് ഇത് ലാസ്റ്റ് പാർട്ട്. നമ്മുടെ മഹാഭാരതയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 18 ബുക്സ് ആണ്. അതിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്ന ആദി പർവ്വ, അറ്റ് ലാസ്റ്റ് സ്വർഗാരോഹണ പർവ്വ. സ്വർഗാരോഹണ പർവ്വയിലെ കാര്യങ്ങളാണ് ഇതിൽ ഇവിടെ പറയുന്നത്. Duryodhana moves the king whose affection gets the better of him, acts contrary to his own wisdom, and he orders the servants to have. And the carpenter built me a big hall of 1,000 pillars and hammered and doors beautiful. And then the characteristics of Indraprastha ആണ് ലാസ്റ്റ് പറയുന്നത് അല്ലേ. 1000 hall of 1000 pillars ഒക്കെ 1000 കണക്കിന് പില്ലേഴ്സും അതിന് സ്പെഷ്യൽ എന്താ പറയുക, സ്പെഷ്യൽ കാർപ്പൻറ്റേഴ്സ് മരപ്പണിക്കാരെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. ഇറ്റ് ബിൽഡ് ബൈ ദ കാർപ്പൻറ്റേഴ്സ് ബിൽഡ് മി എ ബിഗ് ഹോൾ ഓഫ് 1000 pillars and 100 doors heard fetching the beautiful and installed ones. നമ്മുടെ ലോകത്തിൽ എവിടെ ഇത്രയും നല്ല മനോഹരമായൊരു സൗധം, അതായത് കൊട്ടാരം ഉണ്ടാവരുതൊക്കെ പറഞ്ഞിട്ടാണ് അത് പണിയുന്നത്. at one orders given of ധൃതരാഷ്ട്ര ടേൺ ധൃതരാഷ്ട്ര എന്നാണ് അതിൻ്റെ മലയാളം. അതിന് ഇംഗ്ലീഷ് സ്പെല്ലിങ് എഴുതുന്നത് DHRTARASTRA, ധൃതരാഷ്ട്ര. പ്രൊനൗൺസ് ചെയ്യുന്നത്, അതായത് നമ്മൾ മലയാള ഇതിഹാസത്തിൽ വായിക്കുന്നത്, മലയാളത്തിൽ കാണുന്നത് ഇറ്റ്സ് ധൃതരാഷ്ട്ര ആണ്. ഒന്നാമത് ഇത് സംസ്കൃത കപ്ലെറ്റ്സ് ആണ്, ശ്ലോകങ്ങളാണ്. ഈ ഒരു പ്രാകൃത ആൻഡ് സംസ്കൃതത്തിലാണ് ഈ ഒരു ഇതിഹാസം, ഈ ഒരു കാവ്യം മൊത്തത്തിൽ എഴുതിയിരിക്കുന്നത്. ലാംഗ്വേജ് സംസ്കൃതത്തിലാണ്, പ്രാകൃതം എന്ന് പറയുന്ന ലാംഗ്വേജിലും സംസ്കൃത ലാംഗ്വേജിലാണ് ഇത് മൊത്തം എഴുതിയിരിക്കുന്നത്. അതിൽ ധൃതരാഷ്ട്ര ടേൺസ് ദ പേഴ്സൺ ഓഫ് സേഫ്ലി റിസോൾവ് ആൻഡ് ഹി ഡസ് നോട്ട് ബട്ട് ഈവൻ വെൻ ദ ഷാൾ ഓഫ് circumstances Vidura. Then Vidura, who is Vidura? Vidura is the brother of Pandu and Dhritarashtra. Okay, the third brother ന്റെ പേരാണ് പാണ്ഡു. Not first the Pandu king was initially keeping taking, he is not important in this story, and this is because then അദ്ദേഹം വിതുരനെ പറ്റിയാണ് പറയുന്നത്, that there is no important in this story. Okay, അപ്പോൾ വിതുരൻ്റെ ഈ ഒരു പാരഗ്രാഫ് ജസ്റ്റ് വിതുരനെ പറ്റി ജസ്റ്റ് ചോദിക്കുള്ളൂ. ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത് ധൃതരാഷ്ട്ര ആൻഡ് ഗാന്ധാരി, പാണ്ഡവാസ് ആൻഡ് കൗരവാസ്, ദ എനിമി, അവിടെ ഒരു ദെൻ ശകുനി, ദ ക്യാരക്ടേഴ്സ് ഓഫ് ശകുനി. അറ്റ് ലാസ്റ്റ് ഈ പാർട്ടിൻ്റെ ലാസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നത് ലാസ്റ്റ് പാർട്ട് മിസ് വായിച്ചു തരാം. Let's sum up. The unit has taken the detail. Each aspect section is the course of dimension that were less visible the first reading, and the section of primary about Karna. At the same time, though, the open has several other members in this story, that is Arjuna and Sahadeva, Nagula. It's also important in his characters. And then the main theme of in this story is the war of two cousins brothers. Okay, that is Pandava and Kauravas. Okay, this is the last part of our block 2. Okay.